നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. US നാറ്റോ സഖ്യം ഒരു വശത്തും റഷ്യ മറുവശത്തും നിലകൊണ്ട് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകം നീങ്ങുകയാണോ എന്ന ആശങ്ക. റഷ്യക്കെതിരെ 2 ആണവ മുങ്ങിക്കപ്പലുകൾ വിന്യസിച്ചതായി US പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തിരിച്ചടിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയതോടെ ട്രംപും ആശങ്കയിലാണ്. ആണവായുധം കാട്ടിയുള്ള ഭീഷണി മുഴക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും പുടിൻ ട്രംപിന് താക്കീത് നൽകി. അമേരിക്ക വിന്യസിച്ച ആണവ മുങ്ങിക്കപ്പലുകൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാമെന്നും റഷ്യ പ്രതികരിച്ചിരുന്നു. ഇതോടെ അടുത്ത ആഴ്ച പുടിനുമായി സമാധാന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനെ അയക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ്. ഇത് ട്രംപ് അയയുന്നതിന്റെ സൂചനയാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. അമേരിക്കയ്ക്കൊത്ത എതിരാളിയാണ് റഷ്യ. യുദ്ധവിമാനങ്ങൾ വഹിക്കാനുള്ള കൂറ്റൻ കപ്പലുകൾ US-ന് 11 എണ്ണം ഉണ്ടെങ്കിൽ റഷ്യയ്ക്ക് 1 ഉള്ളൂ. ഏകദേശം 78 യുദ്ധവിമാനങ്ങളെ വഹിക്കാൻ ഈ യുദ്ധക്കപ്പലുകൾക്കാവും. യുദ്ധക്കപ്പലുകൾ US-ന് 81 ഉണ്ടെങ്കിൽ റഷ്യയ്ക്ക് 11 എണ്ണമേ ഉള്ളൂ. 71 ആണവ അന്തർവാഹിനികൾ US-നുണ്ടെങ്കിൽ റഷ്യയ്ക്ക് 64 ആണവ അന്തർവാഹിനികളുണ്ട്. അതേസമയം ആണവ പോർമുനകളുടെ കാര്യത്തിൽ റഷ്യ മുന്നിലാണ്. റഷ്യയ്ക്ക് 5449 ആണവ പോർമുനകളുണ്ട്. US-ന് ഇത് 5277 എണ്ണമേ ഉള്ളൂ. മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായാൽ കുറഞ്ഞപക്ഷം US-ൽ ആണവാക്രമണം നടത്താനും അതിന്റെ ദുഷ്ഫലം വർഷങ്ങളോളം അനുഭവിക്കേണ്ടി വരുന്ന വിധിയിലേക്ക് അമേരിക്ക തള്ളിവിടാനും പുടിന് സാധിക്കും. യുദ്ധമേറെ നടത്തി പരിചയമുള്ള പുടിന് കാര്യങ്ങൾ എങ്ങോട്ടേക്ക് കൊണ്ടെത്തിക്കാനാണ് നാറ്റോ സഖ്യം ശ്രമിക്കുന്നതെന്നറിയാം. ഇഞ്ചിഞ്ചായി റഷ്യയെ തീർക്കാൻ അമേരിക്ക ഉൾപ്പെടുന്ന നാറ്റോ സഖ്യം ഒരു വർഷത്തിലധികമായി ഉക്രൈനെ മുന്നിൽ നിർത്തി ശ്രമിക്കുകയാണെന്നും പുടിന് അറിയാം. ഇതോടെ ശത്രുക്കൾക്കെതിരെ ശക്തമായ ആയുധങ്ങൾ നിർമ്മിക്കാനും സഖ്യരാഷ്ട്രങ്ങളെ ഒപ്പം നിർത്താനും റഷ്യ ശക്തമായി ശ്രമവും തുടങ്ങിയിരിക്കുകയാണ്. ലോകം അവസാനിപ്പിക്കുന്ന ആണവ യുദ്ധം തന്നെയാണ് പുടിന്റെ മനസ്സിൽ. തടുക്കാൻ ഏറെക്കുറെ അസാധ്യമായ ഹൈപ്പർസോണിക് ഒറേഷിക് മിസൈൽ റഷ്യ കൂട്ടത്തോടെ നിർമ്മാണം ആരംഭിച്ചത് തന്നെ വരാനിരിക്കുന്ന ഈ അന്തിമ യുദ്ധത്തിന് ഒരുങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ്. നിർമ്മാണം പൂർത്തിയാക്കിയ ഒറേഷിക് മിസൈലിന്റെ ആദ്യ ബാച്ച് റഷ്യയുടെ സുഹൃത്ത് രാജ്യമായ ബെലാറൂസിൽ വിന്യസിച്ചതായും റഷ്യ അവകാശപ്പെടുന്നു. 5500 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നു ചെന്ന് സ്ഫോടനമുണ്ടാക്കാൻ ഒറേഷ്നിക് മിസൈലുകൾക്ക് സാധിക്കും. 6 പോർമുനകളുള്ള മിസൈലാണിത്. ശബ്ദത്തെക്കാൾ 10 മടങ്ങ് വേഗതയിൽ കുതിക്കുന്നതാണ് ഈ മിസൈൽ. മാത്രമല്ല റഷ്യയുടെ സഖ്യരാഷ്ട്രമായ ബെലാറസിന്റെ സേനയെ US-നെതിരെ വിന്യസിച്ചു തുടങ്ങുമെന്നും പുടിൻ ഭീഷണിപ്പെടുത്തിയിട്ടും മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. അതുപോലെ പുടിന്റെ മറ്റൊരു സഖ്യരാജ്യമായ ഹംഗറി റഷ്യയ്ക്കൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാറ്റോ സഖ്യകക്ഷിയാണെങ്കിൽ കൂടി വ്ളാഡിമിർ പുടിന്റെ അടുത്ത കൂട്ടാളിയാണ് ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബാൻ. ഈയിടെ ഉക്രൈന് ആയുധം നൽകാമെന്നും അതിന്റെ പണം യൂറോപ്യൻ യൂണിയൻ നൽകണമെന്നുമുള്ള ട്രംപിന്റെ വാദം വിക്ടർ ഓർബാന് പിടിച്ചിട്ടില്ല. എന്തിനാണ് US ഉക്രൈന് നൽകുന്ന ആയുധങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് പണം കൊടുക്കണം എന്ന ന്യായമായ ചോദ്യമാണ് വിക്ടർ ഓർബാൻ ഉയർത്തിയിരിക്കുന്നത്. താൻ ഈ യുദ്ധത്തിൽ പുടിനൊപ്പം നിൽക്കുമെന്നും വിക്ടർ ഓർബാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുപോലെ പുടിൻ വടക്കൻ കൊറിയയിൽ നിന്നും കൂടുതൽ പട്ടാളക്കാരെ റഷ്യയിലെത്തിക്കാൻ ഒരുങ്ങുകയാണ്. 30,000 പട്ടാളക്കാരെ വരെ റഷ്യയിലേക്ക് അയക്കാനാണ് വടക്കൻ കൊറിയയുടെ തീരുമാനം. ലോകത്ത് ആരെയും ഭയമില്ലാത്ത വടക്കൻ കൊറിയയ്ക്ക് തീവണ്ടി മാർഗമോ വ്യോമമാർഗമോ പട്ടാളക്കാരെ അയക്കാൻ കഴിയും. ഇറാനും റഷ്യയ്ക്കൊപ്പമുണ്ട്. ദൂരെ നിന്നും ചൈനയും അനുഗ്രഹാശിസുകളോടെ റഷ്യയ്ക്കൊപ്പമുണ്ട്. കാരണം ഇന്ന് റഷ്യയെ തീർത്താൽ നാളെ തങ്ങളുടെ അന്ത്യമാണെന്ന് ചൈനയ്ക്ക് നല്ല ധാരണയുണ്ട്. 10 ദിവസത്തിനുള്ളിൽ ഉക്രൈനുമായി സമാധാനം പാലിച്ചില്ലെങ്കിൽ കൂടുതൽ കടുത്ത ഉപരോധം റഷ്യക്കെതിരെ നടത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഇനി ഒരാഴ്ച കൂടിയേ ബാക്കിയുള്ളൂ. പക്ഷേ ഉക്രൈനെതിരായ യുദ്ധം റഷ്യ നിർത്താൻ സാധ്യതയില്ല. എന്തായാലും റഷ്യയ്ക്കും ഉക്രൈന്റെ ഭാഗം കൂടി ചേർത്ത് ഒരു ബഫർ സോൺ പ്രദേശം വേണമെന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് റഷ്യ. എങ്കിൽ മാത്രമേ നാറ്റോ രാജ്യങ്ങളും റഷ്യയും തമ്മിലുള്ള സമാധാനം പുലരൂ എന്നും റഷ്യ വിശ്വസിക്കുന്നു. റഷ്യക്കെതിരായ അമേരിക്കയുടെ ഉപരോധ ഭീഷണിയെ മുൻ റഷ്യൻ പ്രസിഡന്റ് മെഡ്വെഡേവ് കഴിഞ്ഞ ദിവസം കളിയാക്കിയിരുന്നു. ട്രംപിന്റെ ഈ യുദ്ധപ്രഖ്യാപനത്തെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് മെഡ്വെഡേവ് താക്കീത് നൽകിയിരുന്നു. ഈ താക്കീത് ട്രംപിനെ പ്രകോപിപ്പിച്ചിരുന്നു. ഇതോടെയാണ് 2 ആണവ മുങ്ങിക്കപ്പലുകൾ റഷ്യക്കെതിരെ വിന്യസിച്ചതായി ട്രംപ് പ്രഖ്യാപനം നടത്തിയത്. എന്തായാലും ഇത് US-ന്റെ അന്ത്യശാസനമായി കണക്കാക്കുകയാണെന്നും മെഡ്വെഡേവ് പ്രസ്താവിച്ചിരുന്നു. അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കെതിരെ ഇപ്പോൾ കടുത്ത നിലപാടുകൾ ട്രംപ് എടുക്കുന്നത് എപ്സ്റ്റീൻ ഫയൽ സംബന്ധിച്ച വിവാദത്തിൽ നിന്നും രക്ഷപ്പെടാനാണെന്നും വാദമുണ്ട്. 14 വയസ്സായ പെൺകുട്ടികളെ വമ്പന്മാർക്ക് കാഴ്ചവെച്ച് അധികാരവും പണവും കൊയ്തിരുന്ന ആളാണ് എപ്സ്റ്റീൻ. ഇദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിലേക്ക് പണ്ട് ട്രംപും പോയിരുന്നതായി ചില തെളിവുകൾ കിട്ടിയതായി പറയുന്നു. മാത്രമല്ല ട്രംപിന്റെ ഭാര്യയായ മെലനി ട്രംപ് ഇറ്റലി വഴി അമേരിക്കയിലേക്ക് കുടിയേറിയതാണെന്നും മോഡലായ മെലനിയെ ട്രംപിന് നൽകിയത് എപ്സ്റ്റീനുമായി ബന്ധമുള്ള ഒരു മോഡൽ കോർഡിനേറ്റർ ആണെന്നും പറയപ്പെടുന്നു.
സെപ്റ്റംബറിൽ US കോൺഗ്രസിൽ എപ്സ്റ്റീൻ ഫൈനുകൾ സംബന്ധിച്ച വിചാരണ നടക്കും. അപ്പോൾ ട്രംപിനെതിരെ കൂടുതൽ സത്യങ്ങൾ പുറത്തു വന്നേക്കുമെന്നും പറയപ്പെടുന്നു. അതിൽ നിന്നും തലയൂരാൻ പല വിവാദങ്ങളും ട്രംപ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.